ഹലോ വെൽക്കം ബാക്ക് ടു നിലാനേരം. നമ്മളിപ്പോൾ പോകുന്ന എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിവി 3-4 ദിവസത്തേക്ക് ബാംഗ്ലൂർ പോയതുകൊണ്ട് ഫിലിം ഇറങ്ങി 4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് കോയമ്പത്തൂർ ബ്രോഡ്വേയിലുള്ള ഐമാക്സിലാണേ. അപ്പം ഇതാണ് ഇതിൻ്റെ വ്യൂ വന്നിട്ട്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് കടയുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലാണ് ആക്ച്വലി നമ്മുടെ തിയേറ്റർ വരുന്നത്. ഇവിടെ എപ്പിക്, ഐമാക്സ്, പിന്നെ നോർമൽ സ്ക്രീൻ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഐമാക്സ് കണ്ടപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ മേലത്തെ ലൈറ്റ് എഫക്റ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ വീഡിയോയിൽ അത് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, അത്രയും ഭംഗിയിൽ അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ സ്നാക്സ് വാങ്ങിക്കാൻ പോയി. പോപ്കോണും ഞങ്ങളൊരു കോക്കും കൂടാണ്. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഫ്ലേവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോപ്കോൺ വാങ്ങിച്ച് ഇവിടെ വന്നിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് അതിന് മേലെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറേ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കാർഡ് പോലെ തന്നു. തിയേറ്റർ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഓൾറെഡി കോയമ്പത്തൂർ ഉള്ളപ്പോൾ ഒരു 3 തവണ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് നോക്കുമായിരുന്നു ഇത് എന്തിനാ തന്നെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ചുമ്മാ ഒരു ഇത്രയും പൈസൻ്റെ ടിക്കറ്റ് എടുത്തതല്ലേ, അതുകൊണ്ടായിരിക്കും വിചാരിച്ചു. ഏത് ഫിലിമിനും പോയാലും അതിൻ്റെ ടൈറ്റിൽ മിസ്സാക്കാതെ എടുക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇത് ഞാൻ മിസ്സാക്കിയില്ല. ഇൻ്റർവെല്ലായി അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സംസാരിച്ച് വീണ്ടും കുറച്ച് സെൽഫി അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ പടം കഴിഞ്ഞു. മോഹൻലാലിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇൻട്രോനേക്കാളും ഇഷ്ടമായത് ഇൻ്റർവെല്ലിന് ശേഷം മുണ്ടിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, അതിലാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇന്ന് ഫുഡ് തീരെ കൊള്ളില്ലായിരുന്നു. മാഗിയിൽ ഒരു മസാല ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു നേരെ വീട്ടിലേക്ക് വന്നു. അത്രയേ ഉള്ളൂ. ബൈ.